ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. വാസ്തവത്തിൽ ഭഗവത്ഗീത മാനവരാശിക്ക് കിട്ടിയ ഏറ്റവും വലിയ ജീവിത വിജയ രഹസ്യ ശാസ്ത്രമാണ്. ഇവിടെ മനുഷ്യ ജീവിതത്തെ പരിപൂർണതയിലെത്തിക്കാൻ അല്ലെങ്കിൽ പരിവർത്തനം വരുത്താൻ ഗീതയോളം ഉത്കൃഷ്ടമായ ഒരു കൃതി ലോകത്തിലില്ല എന്ന് തറപ്പിച്ചു പറയാം. കാരണം അതിൻ്റെ ആ ഉള്ളടക്കം, വീക്ഷണം അത്ര ഗംഭീരമാണ്. പ്രൊഫൗണ്ട് വിസ്ഡം എന്ന് പറയില്ലേ, അത്ര ഡീപ്പ് നോളജാണ് അതിൻ്റെ അകത്തുള്ളത്. അത് നമ്മളൊന്ന് കടഞ്ഞെടുക്കണം. അതുകൊണ്ടാണ് ഭഗവത്ഗീത നമ്മൾ ജസ്റ്റ് വായിച്ചതുകൊണ്ട് അറിവ് കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ഗുരുമുഖാത് ശ്രുതം എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടാണ്. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും കഴിവുകളും ശക്തികളും എന്നിലുണ്ട്. ഈ കഴിവും ശക്തിയും നമുക്ക് വികസിപ്പിച്ചെടുക്കണമെങ്കിൽ നമ്മളോടുള്ള സമീപനം മാറ്റണം. നമ്മളെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്ന് പഠിക്കണം. നമുക്ക് എന്ത് കിട്ടുന്നു, ഏത് സാഹചര്യം കിട്ടുന്നു, എന്ത് സൗകര്യം കിട്ടുന്നു, എന്ത് സമ്പത്ത് എല്ലാം കിട്ടുന്നതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കൊടുക്കുന്നതിലേക്ക്, എക്സ്പ്ലോർ ചെയ്യുന്നതിലേക്ക്, പ്രസൻറ്റ് ചെയ്യുന്നതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് എന്തു പറ്റുന്നു? ഉള്ളിലുള്ള കഴിവുകളെല്ലാം മുരടിച്ചു പോയി, മരവിച്ചു പോയി. നാം ഒന്നിനും കൊള്ളരുതാത്തവരായിത്തീരും. വാസ്തവത്തിൽ ഗീത പഠിപ്പിക്കുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറിയാലേ ആക്ഷൻ നന്നാവുള്ളൂ. ആക്ഷൻ നന്നാകുമ്പോഴേ റിസൾട്ട് നന്നാവുള്ളൂ. ആറ്റിറ്റ്യൂഡ് മാറാവാതെ ആക്ഷൻ നന്നാവില്ല. ആക്ഷൻ നന്നാവാത്തോടത്തോളം കാലം റിസൾട്ട്, അതിൻ്റെ റിയാക്ഷൻ, അതിൻ്റെ പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യം അതും നമുക്ക് വ്യക്തമായി ആഗ്രഹിച്ച പോലെ ആവില്ല. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏത് ആറ്റിറ്റ്യൂഡിൽ ജീവിക്കണം എന്നുള്ള അറിവ് നമുക്ക് വല്ലവരും പറഞ്ഞു തരണം. ഇതൊരു വലിയ നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ട തീരുമാനമാണ്. നമുക്കങ്ങനെ തീരുമാനിക്കാനുള്ള ഒരു കഴിവ് നമ്മളിലുണ്ടെങ്കിലും നമ്മളിലെ ലേസിനെസ്, നമ്മുടെ ആലസ്യം നമ്മളെ പഴയ വ്യക്തിയാക്കി മാറ്റുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന വ്യക്തികൾ വളരെ കുറഞ്ഞ ഒരു കർമ്മം ചെയ്തുകൊണ്ട് ഇവിടുന്ന് കടന്നു പോകുന്നു. ഇപ്പം നമ്മൾ ഈ കിണറ്റിലെ വെള്ളം കോരിയെടുക്കുന്ന പോലെയാണ്. ഇപ്പം നമ്മൾ കിണറ്റിലെ വെള്ളം ഒരു വീട്ടുകാരുടെ ആവശ്യത്തിന് മാത്രമാണെങ്കിൽ കുറച്ച് വെള്ളമേ ആവശ്യമുള്ളൂ. അതിലെപ്പോഴും നീരുറവുകളൊക്കെ ഉണ്ടായിരിക്കും. അത്രയും വെള്ളം നമുക്ക് ആവശ്യമുള്ളൂ. അത്ര വെള്ളം ബാക്കി അവിടെ കെട്ടിക്കിടക്കും. എത്രത്തോളം വെള്ളം കെട്ടിക്കിടക്കണോ അത്രത്തോളം അതിൽ പൂപ്പലും പായലും കെട്ടിക്കിടക്കും. എന്നാൽ ആ വീട്ടിലെ കൃഷി ആവശ്യത്തിന് കൂടി ആ വെള്ളം എടുക്കണമായിരിക്കും. അപ്പോൾ അതിൻ്റെ യൂസേജ് കൂടി. അപ്പോൾ കൂടുതൽ നീരുറവുകൾ വരാൻ തുടങ്ങി, വെള്ളം ശുദ്ധീകരിക്കാൻ തുടങ്ങി. ഇനി അതല്ല, അയൽവാസികൾക്ക് പോലും ഈ കിണറിൽ നിന്ന് വെള്ളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആവശ്യം കൂടി. അപ്പോൾ കൂടുതൽ വെള്ളം, നീരുറവുകൾ വരാൻ തുടങ്ങി. ഇനി അതല്ല, നിങ്ങളുടെ ആ തൊട്ടടുത്തുള്ള അയൽപക്കക്കാരും അയൽവാസികളും അയൽ ദേശത്തുള്ളവർക്ക് പോലും ഈ ഒരു കിണറാണ് ആകെ ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഇതിലാണ് നല്ല വെള്ളമെങ്കിൽ അവർക്കൂടെ നിങ്ങൾ കൊടുക്കുന്നൊരു വിശാലത മനസ്സുണ്ടെങ്കിൽ കൂടുതൽ നീരുറവുകൾ വരാൻ തുടങ്ങും. അപ്പോൾ നോക്കൂ, എത്രത്തോളം വെള്ളം എടുക്കുന്നു അത്രത്തോളം നീരുറവുകൾ വരികയാണ്. അപ്പോൾ ആ വെള്ളം നന്നാവുകയാണ്. നേരെ മറിച്ച് നമ്മളത് കുറച്ച് മാത്രം ഉപയോഗിച്ചാലോ ബാക്കിയെല്ലാം അവിടെ പൂപ്പലും പിടിച്ച് പായലും പിടിച്ച് ആ വെള്ളം കെട്ടി നിന്ന് നമ്മൾ മലിനജലം കുടിക്കുന്ന പോലെയാണ് നമ്മുടെ കഴിവെന്ന് പറയുന്നത്. അത് നമ്മുടെ സ്വയം ഒരു ചെറിയ സുഖത്തിന് വേണ്ടി, എൻ്റെ ഇഷ്ടപ്രകാരം, എൻ്റെ ആലസ്യത്തിന് വേണ്ടി ഞാൻ ജീവിക്കുമ്പോൾ ഒരു വ്യക്തിയിലുള്ള സകല കഴിവുകളും അവിടം കൊണ്ട് അസ്തമിക്കുകയാണ്. ഒരു കാര്യം നമ്മളെപ്പോഴും ഓർക്കണം, നമുക്കൊരു 10, 60, 70 വയസ്സ് വരെ ഈ ജീവിതത്തിൽ ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ചില ഡിമിനിഷിങ് ഇത് വരുമല്ലോ. ഏത് സാധനത്തിനും ഒരു കാലം കഴിഞ്ഞാൽ അതൊരു ഡിമിനിഷിങ് വാല്യൂ ഉണ്ടാവും. അപ്പം നമ്മളിപ്പോഴേ ആക്റ്റീവ് അല്ലെങ്കിൽ ആ ഡിമിനിഷിങ് വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പം അതുകൊണ്ടാണ് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം എന്നെടുത്ത് പറഞ്ഞത്. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ വളരെ ഇനാക്റ്റീവായി കഴിഞ്ഞാൽ, ഒരു ഇനേർഷ്യയിൽ പോയി ജീവിച്ചു കഴിഞ്ഞാൽ, ലേസിനെസ്സിൽ ജീവിച്ചു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ ജീവിതം പരമ ബോറിംഗ് ആയിരിക്കും. കാരണം വീട്ടിലിരുന്ന് മടുക്കും, നിങ്ങളെ ആവശ്യം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരുപാട് വികസിക്കാൻ,
ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ ആക്കി തീർക്കുന്ന ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതാണ് ഇവിടെ കൃഷ്ണൻ ആവർത്തിച്ച് പറഞ്ഞത്. കൃഷ്ണനൊരു, ഞാൻ പറയില്ലേ, മൾട്ടി ഫേസ് ആക്ഷൻ ചെയ്ത ആളാണ്. പാട്ട് പാടണോ പാട്ട് പാടാം, ഡാൻസ് കളിക്കണോ ഡാൻസ് കളിക്കാം, എന്തിനും തയ്യാറാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഭഗവാൻ കൃഷ്ണൻ്റെ ജീവിതം. കൃഷ്ണൻ്റെ ഇന്ന് നമ്മൾ കൃഷ്ണനെ ദൈവമായി കാണുന്നു. അന്നും കൃഷ്ണൻ വളരെയധികം പോപ്പുലറാണ്, കൃഷ്ണൻ വളരെയധികം ആദരണീയനാണ്. അതാണല്ലോ പാണ്ഡവർക്ക് വേണ്ടി ദൂതിന് വേണ്ടി പോകുന്ന കൃഷ്ണൻ. അതേ കൃഷ്ണൻ തന്നെ നോക്കൂ, കൃഷ്ണൻ്റെ ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒരു സാരഥ്യം ഏറ്റെടുക്കുക, അതും അർജുനൻ്റെ സാരഥ്യവ് കൃഷ്ണന് യോജിച്ച പണിയാണ്. നമ്മളാണെങ്കിൽ ചെയ്യുമോ? നിങ്ങൾ സ്വയം വിലയിരുത്തി നോക്കൂ. എന്നിട്ടും കൃഷ്ണൻ മടി കാണിച്ചില്ല, കൃഷ്ണൻ ആ ജോലിക്കും തയ്യാറായി. എന്നാൽ ഇന്ന് കൃഷ്ണ ഭക്തന്മാരെന്ന് പറയുന്നത് നമുക്ക് അത്രത്തോളം താഴാൻ പറ്റുമോ? ഉദാഹരണത്തിന് വലിയൊരു ഉദ്യോഗസ്ഥനോട് പറയാം, ചൂലെടുത്ത് അടിച്ചു വരൂ പറഞ്ഞാൽ എന്നെ അപമാനിക്കരുതെന്ന് പറയും. കാരണം അയാൾക്കതൊരു ഇൻസൾട്ടിങ് പോലെയാണ്. ഇപ്പം ഇവിടെ കൃഷ്ണൻ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഒരു ഇൻഹിബിഷൻസ്, അതായത് ഞാൻ ചൂലെടുത്താൽ മോശക്കാരനാവോ, ഞാൻ വണ്ടി ഓടിച്ചാൽ മോശക്കാരനാവോ, അല്ലെങ്കിൽ ഞാനൊരു തേരോടിച്ചാൽ കൃഷ്ണൻ അത് ഉണ്ടായിരുന്നില്ല. ഇനിയും കാണാം നമുക്ക്. പാണ്ഡവർക്കും കൗരവർക്കും തമ്മിൽ ഈ സ്പർദ്ധ വന്നപ്പോൾ ഭീഷ്മാചാര്യരെ പാണ്ഡവർക്കും കൗരവർക്കും പാർട്ടീഷൻ നടത്തി. പാണ്ഡവർക്ക് വേണ്ടി ഇന്ദ്രപ്രസ്ഥം, കൗരവർക്ക് ഹസ്തിനപുരം. ഇന്ദ്രപ്രസ്ഥത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ മയൻ എന്ന് പറയുന്ന അസുരശില്പിയെ കൊണ്ടൊക്കെയാണ് അവിടെ കൊട്ടാരം പണിതത്. നിങ്ങൾക്ക് ആ കൊട്ടാരത്തിൻ്റെ വിശേഷമൊക്കെ അറിയാം. ഉള്ളിൽ ഇന്ദ്രനീലക്കല്ല് കൊണ്ട് പാകിയ തറകളും, അവസാന സ്ഥലജല വിഭ്രമം വന്ന് ദുര്യോധനൻ വെള്ളമാണെന്ന് കരുതി തറയിൽ കാല് വെച്ചതും, അവസാനം തറയാണെന്ന് കരുതി വെള്ളത്തിൽ കാല് വെച്ചതും ഒക്കെ നിങ്ങൾക്ക് അറിയാം കഥ. ആ ഒരു ഇന്ദ്രപ്രസ്ഥം പൂർത്തിയാക്കി നമ്മൾ ഹൗസ് വാമിംഗ് എന്ന് പറയുന്ന രാജസൂയ ചടങ്ങിൽ ഓരോരുത്തർക്കും ഓരോ കർത്തവ്യങ്ങളുണ്ടായിരുന്നു. കൃഷ്ണൻ എന്ത് കർത്തവ്യമാണ് ഏറ്റെടുത്തതെന്നറിയോ? നമ്മൾ കൃഷ്ണനെയാണ് ആ രാജസൂയ യാഗത്തിൽ ഏറ്റവും വിശിഷ്ട അതിഥിയായി കണ്ട് ആദരിച്ച് പൂജിച്ചത്. കൃഷ്ണനായിരുന്നു ചീഫ് ഗസ്റ്റ്, കൃഷ്ണനെയായിരുന്നു ഹോണർ ചെയ്ത്. എന്നാൽ അതേ കൃഷ്ണൻ തന്നെയാണ് അവിടെയുള്ള സാധാരണ ആളുകളുടെ കാല് കഴുകി അവരെ ആ ഒരു സ്വീകരണ പന്തലിലേക്ക് സ്വീകരിച്ചത്. കൃഷ്ണൻ അക്കാര്യത്തിൽ യാതൊരു മടിയും കാണിച്ചില്ല. VIP-കളെ സ്വീകരിക്കാൻ അർജുനനെ ഏൽപ്പിച്ച് സാധാരണക്കാരനെ സ്വീകരിക്കാൻ കൃഷ്ണൻ തന്നെ തയ്യാറായി. ഈവൻ മറ്റൊരു കാര്യം പറയുന്നത്, അവസാന രാജസൂയ യജ്ഞത്തിൻ്റെ സദ്യയൊക്കെ കഴിഞ്ഞ് ഇല എടുത്തു മാറ്റാൻ പോലും കൃഷ്ണൻ തയ്യാറായിരുന്നു എന്നാണ്. കൃഷ്ണന് മടിയുണ്ടായിരുന്നില്ല. ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഭക്തന്മാരെന്നാണ്. ഏത് കാര്യത്തിലും നമുക്ക് ഉത്സാഹമുണ്ടാവണം. അത് നമ്മൾ പഞ്ചാബികളെ കണ്ടുപിടിക്കണം. അവിടെയാണ് നിങ്ങൾ പോകുമ്പോൾ പഞ്ചാബികളുടെ ഗുരുദ്വാരയിൽ ഏത് വലിയ ഉദ്യോഗസ്ഥനായാലും ചെരുപ്പ് തുടച്ച് വയ്ക്കാനും നിലം തൂത്തുവാരാനും എല്ലാറ്റിനും അവർ തയ്യാറാണ്. അത് അവരുടെ കൾച്ചറാണ്. അവർക്കതിലൊരു ഷെയിമില്ല. കാരണം അത് അവരെ സംബന്ധിച്ച് ഗുരുസേവയാണ്. അവരുടെ ഗുരുപരമ്പരകളോട്, ഗുരുനാനാക്കും ഗുരു ഗോവിന്ദ് സിംഗും അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാരുടെ ഒരു പരമ്പരയാണ് സിഖ് മതം. ആ ഗുരുക്കന്മാരോടുള്ള അവരുടെ സേവനമാണ് ആ ഒരു ശുശ്രൂഷകളൊക്കെ. ഇത് നമ്മുടെ ഹിന്ദു മതത്തിൽ മാത്രമാണ് ഇന്ന് വളരെയധികം എന്താ പറയുക, തരം താഴ്ന്നു പോയത്. നമുക്ക് എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മടിയായിപ്പോയി. അത് മാറണം. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ചെന്നാലും എന്തെങ്കിലും എന്നെക്കൊണ്ട് ഇവിടെ ചെയ്യാൻ പറ്റുമോ? ഒരു പുല്ല് പറക്കേണ്ടതുണ്ടെങ്കിൽ പുല്ല് പറക്കണം, ഒരു സാധനം എടുത്തു മാറ്റേണ്ടത്. ഇപ്പോൾ അതൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. കുറേ യുവാക്കളെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ ഇക്കാര്യത്തിൽ എന്താ പറയുക, കുറ്റപ്പെടുത്താൻ പാടില്ല. കാരണം അനവധി സപ്താഹങ്ങളിലൂടെ കടന്നുപോയ ഒരു ആചാര്യൻ എന്ന നിലയ്ക്ക് അവിടെയൊക്കെ യുവാക്കളുടെയൊക്കെ ഒരു ആവേശമുണ്ടല്ലോ. ഈവൻ രാഷ്ട്രീയം മറന്നിട്ട്, വളരെയധികം രാഷ്ട്രീയം മറന്നിട്ട് എനിക്ക് വളരെ ഇക്കാര്യത്തിൽ കടപ്പാടുള്ളത്, ഞാൻ കണ്ണൂർ കാസർഗോഡൊക്കെ സപ്താഹം നടത്തുമ്പോൾ ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊതുവെ ഇത്തരം കാര്യങ്ങളോടൊക്കെ എതിരാണെന്നാണ് പൊതുവേ പറയാറ്. എന്നാൽ DYFIയുടെ യുവാക്കൾ കുറേ പേര്, ഞാൻ 2-3 സ്ഥലത്ത് എനിക്ക് അനുഭവമാണ്, അവർ തന്നെ മുന്നോട്ട് വന്നിട്ട് വിളമ്പാനും മറ്റത് പലതിനും അവർ തയ്യാറായ കാഴ്ച ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്.
അപ്പോൾ ഇന്ന് നമുക്ക് കുറേ വ്യത്യാസമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. ഇപ്പോൾ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുമ്പോൾ, അതുപോലെ പ്രളയത്തിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ യുവാക്കൾ സന്നദ്ധ സേവകരായി ഇറങ്ങിപ്പുറപ്പെട്ട് ഒരു തരത്തിലും നാണമില്ലാതെ അവരതൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, പലരും വലിയ ഉദ്യോഗസ്ഥന്മാരാണ് എങ്കിലും അവരൊക്കെ മുന്നോട്ടിറങ്ങി വന്ന് പ്രവർത്തിച്ച കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊരു നല്ല സൂചനയാണ്, ഒരു ഡെവലപ്മെൻറ്റിൻ്റെ. പക്ഷേ ഇവിടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു പാർട്ടി വേറൊരു പാർട്ടിയെ തോൽപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു തരത്തിലാണ്, ഒരു വാശിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇത് ഉള്ളിൽ നിന്നും വരണം, ആത്മാർത്ഥതയോടെ വരണം. അപ്പോഴാണ് ആ ചെയ്യുന്നതിൽ കുറച്ചുകൂടിയും കാണിച്ചുകൂട്ടലില്ലാതെ അല്ലെങ്കിൽ സെൽഫികളില്ലാതെ നാം ഒരു കർമ്മം ഭംഗിയായിട്ട് ചെയ്യുക. ശരിയാണ്, നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് വേണം, ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യം പ്രചരിപ്പിക്കണം. പക്ഷെ അത് വെറും സെൽഫിക്ക് വേണ്ടി മാത്രം നമ്മൾ ചിരിച്ച മുഖവും അല്ലെങ്കിൽ നമ്മുടെ തനി സ്വഭാവവും കാണിക്കരുത്. എല്ലായിടത്തും നമ്മുടെ ഒരു മാനസികത, എന്താ പറയുക, നമ്മൾ പറയില്ലേ, ആത്മാർത്ഥത നമ്മൾ കൊണ്ടുവരണം. അതാണ് ഇവിടെ കൃഷ്ണൻ നമ്മളെ 22, 23, 24 ശ്ലോകങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു ഈ ശ്ലോകങ്ങളുടെയൊക്കെ വ്യാഖ്യാനം. എങ്കിലും ഇന്നത്തോടുകൂടി ഈ ഒരു ശ്ലോകം നമുക്ക് ഉപസംഹരിപ്പിക്കാം. ഞാൻ ചൊല്ലുന്നത് 24-ാം ശ്ലോകം. ഉത്സീതേയുരിമേ ലോകാം ന കുര്യാം കർമ്മ ചേതഹം സങ്കരസ്യ ച കർത്താസ്യാം ഉപഹന്യാമി മാ പ്രജാം. അതിഗംഭീരമായ ശ്ലോകമാണ്. ഇതിന് വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ നാം കണ്ടെത്തേണ്ടതുണ്ട്. ഞാൻ ഇമാ പ്രജാ ഉപഹന്യ, ഞാൻ പ്രജകളെ നശിപ്പിക്കുന്നവനായിത്തീരും. എങ്ങനെയുള്ള ഞാൻ? ന കുര്യാം കർമ്മ, ഞാൻ വേണ്ട പ്രവൃത്തി വേണ്ട സമയത്ത് ചെയ്യാതിരുന്നാൽ ഞാൻ പ്രജകളെ നശിപ്പിക്കുന്നവരായിത്തീരും. നമുക്കിത് വ്യക്തിതലത്തിൽ ഞാൻ പല ക്ലാസ്സുകളിലും നിങ്ങളോട് അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു. അതായത് നമ്മൾ ഓരോരുത്തരും അലസരായിരുന്നാൽ നമ്മുടെ ശരീരത്തിൽ പോലും പല ഫങ്ഷനും അത് ക്രമേണ ബാധിക്കും. അതുകൊണ്ടാണ് ആലസ്യം രോഗമേവ എന്ന് പറഞ്ഞത്. നമുക്കത് അറിയുന്നില്ലേ, നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കുന്നുണ്ട്. ഈ അലസതയിൽ ജീവിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർക്കാണ് അൽഷൈമേഴ്സ് തുടങ്ങിയ അസുഖങ്ങൾ വേഗം കയറി പിടിക്കാൻ സാധ്യത. മെമ്മറി പവർ പെട്ടെന്ന് ലോസാകും. കാരണം ബ്രെയിൻ യൂസേജ് ഇല്ല. അപ്പം പിന്നെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിന് മെമ്മറി ലോസ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല അവയവങ്ങളും വേണ്ട രീതിയിൽ ഫങ്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ കുറേ കഴിഞ്ഞാൽ അതിനെല്ലാം അതിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കപ്പെട്ട് അതിൻ്റെ എഫിഷ്യൻസി ഇല്ലാതെയാവും. നമ്മൾ കേട്ടിട്ടുണ്ട്, നല്ല അധ്വാനമുള്ള ആളുകൾക്ക് രോഗം പൊതുവെ കുറവാണ്. കാരണം അവരുടെ സെല്ലുകളെല്ലാം അതിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഫാറ്റിനെ കളയുന്നു, അതിലുള്ള അനാവശ്യമായ ഗ്ലൂക്കോസിനെടുത്ത് കളയുന്നു, എല്ലാം എക്സ്ട്രീംലി കൂടുതലൊക്കെ പുറത്തു തള്ളുന്നു, സോഡിയത്തിനെ പുറത്തു തള്ളുന്നു. എന്നാൽ ഇതൊന്നും ചെയ്യാത്ത ആളുകളിൽ ഇതൊക്കെ അക്യുമുലേറ്റഡ് ആണ്. അപ്പോൾ അവരുടെ ശരീരം ഓൾറെഡി ടോക്സിൻ്റെ ആണ്, ഓൾറെഡി പോയിസൻ്റ് ആണ്. അപ്പോൾ ഈ പോയിസൻ്റെ ശരീരത്തിൽ മറ്റുള്ള മാലിന്യങ്ങൾക്ക്, വൈറസുകൾക്ക് പെട്ടെന്ന് കയറിപ്പറ്റാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് നാം ഈ ഒരു കോവിഡ് പശ്ചാത്തലത്തിലെങ്കിലും മനസ്സിലാക്കണം, അലസത രോഗമാണ്, അലസത മരണമാണ്. നമ്മൾ എത്രത്തോളം അലസമായിട്ടിരിക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് ജീവിതത്തിൽ ദുരിതങ്ങൾ കൂടുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ വെച്ച് ജീവിക്കണം. കാലത്ത് നേരത്തെ എണീക്കണം, ഓരോ കാര്യങ്ങളിൽ നമ്മൾ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്ത് നമ്മൾ ജീവിക്കാൻ തയ്യാറാണ്. ഇതൊരു വ്യക്തിതലത്തിൽ. ഇനി ഒരു സോഷ്യൽ തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു വീടിൻ്റെ തലത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ, ഒരു മുതിർന്ന ആൾ അലസനായാൽ മക്കളും അലസനായി, മറ്റുള്ളവരും അലസത ശീലിക്കും. അപ്പം അതുകൊണ്ട് മുതിർന്നവർ മനസ്സിലാക്കണം, തൻ്റെ ഒരു എനർജി മറ്റുള്ളവരിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. പെന്നിൽ നിന്നും പാസ് ചെയ്യുന്ന എനർജി വളരെ ഒരു താമസിക് എനർജിയാണെങ്കിൽ അത് മറ്റുള്ളവരുടെയും എഫിഷ്യൻസി ഇല്ലാതെയാക്കും. അപ്പോൾ ഒരു നല്ല എന്താ പറയുക, എനർജറ്റിക് അല്ലാത്തൊരു കുടുംബത്തിൽ എനർജി ഇല്ലാത്ത ആളുകൾ തന്നെ ഉണ്ടാവും. ആ പരമ്പര തന്നെ ലേസിയാവും, മടിയന്മാരാവും. ചില രാജ്യങ്ങളൊക്കെ അങ്ങനെ നശിച്ചു പോകുന്നത്. അതായത് ഭരണാധികാരികൾ ലേസി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ഒരു ഉദ്യോഗസ്ഥരും ലേസിയാവും. അപ്പം പിന്നെ ആ രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇല്ലാതെയാവും. പിന്നെ നമ്മളൊരു ഓഫീസ് തലത്തിൽ നോക്കും, മുതിർന്നവർക്ക് ആലസ്യം പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ എഫിഷ്യൻസി ഇല്ലാതാവും. അപ്പോൾ യഥാ രാജ തഥാ പ്രജ, മുന്നിൽ
പോകുന്നവരായിരിക്കണം ഏറ്റവും ആദ്യം വളരെ എഫിഷ്യൻ്റായിട്ട് ഇഫക്റ്റീവായിട്ട് പോകേണ്ടവർ. ഇത് വളരെ സത്യമാണ്, ഞാൻ നിങ്ങളോട് വെറുതെ പറയില്ല. അതുകൊണ്ടായിരിക്കാം ഇപ്പം ഞങ്ങൾ പല യാത്രയും നടത്താറുണ്ട്, ബദ്രീനാഥോ പല സ്ഥലങ്ങളിലും. ഇപ്പം നമ്മളൊക്കെ പോകുന്ന സമയത്ത് ആളുകൾ കൂടുതൽ വരും. പലപ്പോഴും നമുക്ക് ആളുകളെ കൊണ്ടുപോകാൻ പറ്റാത്ത വിഷമേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം, മറ്റു ട്രൂപ്പിൻ്റെ കൂടെ പോയാൽ ഒരു ഉത്തരവാദിത്വം ഇല്ല, മറ്റു ട്രൂപ്പിൻ്റെ കൂടെ പോയാൽ കുറേ ഉറങ്ങി, കുറേ വേണ്ട സമയത്ത് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത യാത്രയാണ്. നേരെ മറിച്ച് ഞങ്ങളുടെ കൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ഇന്ന സമയത്ത് പോകാന്ന് പറഞ്ഞാൽ ഇന്ന സമയത്ത് പോവുക തന്നെയാണ്, പിന്നെ അതിൽ ക്വസ്റ്റ്യൻ ഇല്ല. അപ്പോൾ ആ തരത്തിൽ നമ്മളൊരു പ്ലാൻ ചെയ്ത് പോകുമ്പോഴുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് പോകുമ്പോൾ അതിനൊരു ഊർജം വളരെ കൂടുതലാണ്, അത് വളരെ ഒരു ആനന്ദമാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞത്, മുന്നിൽ നടക്കേണ്ടവർ വളരെ എപ്പോഴും ഊർജത്തോടെ, ഉത്സാഹത്തോടെ, ഉന്മേഷത്തോടെ ജീവിക്കണം. അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ പോലും അലസരാക്കും, ഇന്നെഫിഷ്യൻ്റ് ആക്കും, അവസാനം അവരുടെ കഴിവുകൾ ഇല്ലാതെയാക്കും. പല വീടുകളും ഇന്ന് നശിച്ചു പോകാൻ കാരണം കുട്ടികൾക്ക് അമിതമായി ട്യൂഷൻ കൊടുക്കേണ്ടി വരുന്നതിന് കാരണം അലസതയിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. കാരണം അലസതയിൽ ജീവിക്കുന്ന ഒരാളുടെ ബ്രെയിൻ ആലസ്യമാണ്, അപ്പോൾ അത് ആക്റ്റീവ് ആവില്ല. അപ്പോൾ ഒരിക്കലൊന്നും പറഞ്ഞാൽ അത് തലയിൽ കയറില്ല. അപ്പോൾ ആ മന്ദീഭവിച്ചു പോയൊരു ബ്രെയിൻ്റെ അകത്തെ എത്ര ട്യൂഷൻ എടുത്താലും ശരിയാവില്ല. അതുകൊണ്ടാണ് അവർ എഞ്ചിനീയറായാലും ഡോക്ടറായാലും എഫിഷ്യൻസി ഇല്ലാതെ പോകുന്നത്. നിങ്ങൾ നോക്കൂ, രാജ്യത്തിൽ ഡോക്ടർമാരുടെ എഞ്ചിനീയർമാരുടെ വല്ല കുറവുണ്ടോ? ഇന്നിപ്പോൾ പ്യൂണിൻ്റെ ജോലി ചെയ്യുന്നു എഞ്ചിനീയർമാർ. ഒന്ന് ആലോചിച്ചൊക്കെ, ഒരു കഷ്ടകാലം നോക്കൂ നിങ്ങൾ. പണ്ടൊരു എഞ്ചിനീയർ ആവുക എന്ന് പറഞ്ഞാൽ അതൊരു വാല്യൂ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്യൂണിൻ്റെ ജോലി, ബാങ്കുകളിൽ പോയാൽ പല പ്യൂണുകളും എഞ്ചിനീയർമാരാണ്. പോലീസ് കോൺസ്റ്റബിൾമാരെന്ന് പലരും, അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരു എഞ്ചിനീയറുടെ ജോലി ഒരു കോൺസ്റ്റബിളിൻ്റെ ജോലി ചെയ്യേണ്ട അതിന് ആവശ്യമില്ല. അതിനൊരു സാധാരണ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ ഒരു പ്ലസ്, ഒരു ഈവൻ SSLC മതി. എന്നാൽ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിന് കുറേയും കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ എന്ത് കിട്ടുന്നില്ല? കാരണം ആ എഫിഷ്യൻസിയിലേക്ക് വരുന്നില്ല. ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, കുറേ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് ജീവിതമാവില്ല. നമ്മുടെ ജീവിതം നാം മാറ്റിയെടുക്കണം. കാലത്ത് മുതൽ നമുക്ക് ആ ഊർജവും ശക്തിയും, ഊർജം എന്ന് പറയുന്നത് ഉള്ളിലുണ്ട്, അത് ആക്റ്റീവ് ആകുമ്പോഴാണ്. ഇതൊരു ജനറേറ്റർ പോലെയാണ്, ഓടിച്ചാലേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പം വണ്ടി ഓടാതെ നിങ്ങൾക്ക് എങ്ങനെ എനർജി ഡെവലപ്പ് ചെയ്യാൻ പറ്റുക? ഏതിനും ഒരു ചലനം വേണ്ടേ? ചലനമില്ലാത്തടത്തോളം കാലം ഊർജ്ജ പ്രസരണം ഉണ്ടാവില്ല. അപ്പോൾ ആ ഊർജ്ജ പ്രസരണം നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ നാം രാവിലെ മുതൽ ആക്റ്റീവായിട്ട് മാറണം. എത്ര ഇന്നാക്റ്റീവാണോ ഊർജം അവിടെ തന്നെ കിടക്കും. അവിടെ തന്നെ കിടക്കുന്ന ഊർജം കൊണ്ട് നിങ്ങൾക്കും പ്രയോജനമില്ല, ആർക്കും പ്രയോജനമില്ല. അപ്പം അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഒരിക്കലും നമ്മൾ അലസതയായിട്ടിരിക്കരുത്. കാരണം അത് നമുക്കും ശരീരത്തിന് അസുഖങ്ങൾ വരും, മാനസികമായി കുറേ കഴിഞ്ഞാൽ മറവി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ വരും, മടുപ്പ് വരും, ജീവിതത്തിൽ വിരസത വരും. കുറേ കഴിഞ്ഞാൽ, ചെറുപ്പത്തിൽ നമ്മളിത് അറിയില്ല, പ്രായത്തോടടുക്കുമ്പോഴാണ് നമ്മളെ ആർക്കും വേണ്ടത്. കാരണം എന്തു പറഞ്ഞാലും ഓർമ്മയില്ല, എന്താ പറഞ്ഞതെന്ന് ഓർമ്മയില്ല, പിന്നെ ആരെ അവരെ വില വയ്ക്കും? അപ്പം നമ്മൾ തന്നെയാണ് ഈ വിന ഉണ്ടാക്കി വെക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ തയ്യാറാണ്. ഇനി നമുക്കൊരു രാഷ്ട്രത്തിൻ്റെ തലത്തിൽ ഇന്ന് ഈ ശ്ലോകത്തെ നോക്കാം. ഞാൻ ഒരു കാര്യം പറയുന്നത് നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് എടുക്കരുത്, പക്ഷേ നമ്മളതിൻ്റെ ഒരു തലം നമ്മൾ കാണണം. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു വിവാദപരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഒരു സെൻട്രൽ വിസ്താര എന്നൊരു പദ്ധതി ഇട്ടിരിക്കണം, പുതിയ പാർലമെൻറ്റും പ്രൈം മിനിസ്റ്ററുടെ ഓഫീസും ഒക്കെ ആയിട്ട്. അപ്പം അതിനെ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾ നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. കാരണം ഇത്രയും ആളുകൾക്ക് വാക്സിൻ കൊടുക്കാതെ നിങ്ങളിങ്ങനെ ഈ വിസ്താര പദ്ധതി ഇടുന്നത്, അതും 2000-ലധികം കോടി രൂപയുടെ പ്രൊജക്റ്റാണ്. പക്ഷേ ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. ഞാൻ മനസ്സിലാക്കിയത്, ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറേ ഉദ്യോഗസ്ഥന്മാർ ഡൽഹിയിലൊക്കെ ഉള്ളവർ സംസാരിച്ചതിൻ്റെ പേരിലാണ് ഞാൻ പറയണത്, അല്ലാതെ വെറുതെ ഞാൻ ബ്ലൈൻഡ്ലി പറയല്ല. ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് എന്തിനാണ് ഈ പദ്ധതി ഇട്ടിരിക്കുന്നത്? ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണം, ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന പല പദ്ധതികളും മറ്റു ഗവൺമെൻറ്റുകൾ ചെയ്തതുപോലെ ഒരു വേസ്റ്റ് ഫണ്ടിങ് അല്ല. ഞാൻ മനസ്സിലാക്കി കൊടുത്തണം. കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരിന്ന് മനസ്സിലാക്കിയതാണ്. അപ്പോൾ അവർ സെൻട്രൽ വിസ്താര പദ്ധതി ഇട്ട് കഴിഞ്ഞാൽ അതിന് എങ്ങനെ ഈ റിക്കവർ ചെയ്യും? 20,000-ലധികം കോടി രൂപയാണ് ഇതിൽ ഇൻവോൾവ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെ റിക്കവർ ചെയ്യും? അതിന് വഴിയുണ്ടാക്കിയിരിക്കുന്ന വെച്ചാൽ പഴയ പാർലമെൻറ്റും മറ്റു സ്ഥലങ്ങളൊക്കെ അവർ മ്യൂസിയമാക്കാനും അത് വിദേശികൾക്ക്, സന്ദർശകർക്ക് തുറന്നു കൊടുക്കാനും, വിദേശികൾക്കായി മാത്രമല്ല എല്ലാവർക്കും, അതായത് ടൂറിസ്റ്റുകൾക്ക് തുറന്നു കൊടുക്കാനും, അതിലൂടെ ടൂറിസം ഡെവലപ്പ് ചെയ്ത്
അങ്ങനെ ഇതിന് ചെലവഴിച്ച പണം അതിലൂടെ കണ്ടെത്താൻ പാർലമെൻറ്റാണ്, പോവാതിരിക്കില്ല പലരും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇനി വാക്സ് മ്യൂസിയമോ അല്ലെങ്കിൽ ഇന്നത്തെ ടെക്നോളജിയിൽ പ്രൈം മിനിസ്റ്ററുടെ സീറ്റിലൊക്കെ പണ്ടത്തെ പോലെ ഇല്ല. ഇന്നിപ്പോൾ ടെക്നോളജി ഇലക്ട്രോണിക് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ 3D വിഷനിലൊക്കെ അവിടെ പാർലമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളും മറ്റും അവിടെ ഇരുന്ന് കാണാനും ഇങ്ങനെ പലതും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈ ഇൻവെസ്റ്റ് ചെയ്ത പൈസ വേറെ ഭാഗത്ത്. ഇനി അന്ന് മാത്രമല്ല, അതിലൂടെ ഇവിടെ കിട്ടുന്ന ഇൻകം എന്താ നോക്കൂ നിങ്ങൾ. ടാക്സികൾ ഓടുന്നു, ഹോട്ടലുകൾ ബുക്ക് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ക്രാഫ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഖാദി പോലുള്ള കാര്യങ്ങൾ, കുടിൽ വ്യവസായങ്ങൾ, ടൂറിസ്റ്റുകൾ വന്നാൽ ഇതൊക്കെ വാങ്ങിക്കും. അപ്പോൾ എത്ര പേരുടെ ഉപജീവനമാണ്. എത്ര കുക്കുമാർ വേണ്ടി വരും ഭക്ഷണം വെക്കാൻ. ഹോട്ടലുകളിലൊക്കെ കുക്ക് ആവശ്യമുണ്ട്, സപ്ലയർ ആവശ്യമുണ്ട്. കുറേ മേഖലകളിലേക്ക് ഇതങ്ങനെ വ്യാപിക്കുമ്പോൾ ഇവിടെ തൊഴിൽ വർദ്ധിക്കുന്നു. എന്നാൽ ഇത് നടത്തരുത്, ഇത് പൂട്ടണം, ഇത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് നമ്മളെപ്പോഴും ഓർക്കേണ്ടതുണ്ട്. ഇവിടെ 60 കൊല്ലം രാജ്യം ഭരിച്ചവർ, ഞാനൊരു പാർട്ടിയെ കുറ്റം പറയില്ല, ഇന്നും നമുക്ക് ആയുധം മേടിക്കേണ്ടി വരുന്നു. കാരണം എന്തുകൊണ്ടാണ്? വിദേശാധിപത്യത്തിൽ തന്നെ ഈ രാജ്യം നിൽക്കണമെന്നാണ് ഇതുവരെ ഭരിച്ചവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. വെറുതെയല്ല അവരുടെ പാർട്ടി നേതാക്കന്മാരൊക്കെ വിദേശ സംസ്കാരമുള്ളവർ തന്നെ ആയിപ്പോയത്. അപ്പോൾ അവർ ഈ വിദേശാധിപത്യത്തിൻ്റെ കീഴിൽ രാഷ്ട്രത്തെ വയ്ക്കും. കാരണം വിദേശത്ത് നിന്ന് ആയുധങ്ങൾ മേടിക്കുമ്പോഴാണ് കമ്മീഷൻ ഉണ്ടാകുന്നത്. ആ കമ്മീഷനാണ് ഇവരുടെ പാർട്ടിയുടെ വലിയൊരു ഫണ്ടിങ് ആയിട്ട് വരുന്നത്. ഇതൊന്നും പാവം ജനങ്ങൾ അറിയുന്നില്ല. എന്നാൽ നമ്മുടെ രാഷ്ട്രത്തിന് ഇത്തരം ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും, കാര്യം ഇവിടെ റിസോഴ്സ് ഉണ്ടല്ലോ, ഇത്രയും ജനങ്ങളുണ്ടല്ലോ, ഇത് വിൽക്കാനും അതേ രാജ്യങ്ങളെപ്പോലെ നമുക്കെന്തുകൊണ്ട് പറ്റുന്നില്ല? നമുക്കും ഇത് എക്സ്പോർട്ട് ചെയ്തൂടെ? അവർക്ക് മാത്രമേ ആയുധം ഉണ്ടാക്കാനും അവർക്ക് മാത്രമേ ഈ ഹെലികോപ്റ്റർ ഉണ്ടാക്കാനും പറ്റുള്ളൂ എന്ന് നമുക്കുണ്ടാക്കിക്കൂടെ? അതെന്തേ ഇതുവരെ ചിന്തിക്കാതിരുന്നത്? കാരണം ഈ രാഷ്ട്രം എപ്പോഴും വിദേശ രാഷ്ട്രത്തിൻ്റെ അടിമത്വത്തിൽ നിൽക്കണമെന്ന പണ്ടത്തെ ബ്രിട്ടീഷുകാരൻ്റെ അതേ ആറ്റിറ്റ്യൂഡുള്ള വെള്ള മനസ്സുകളാണ്, അന്ന് വെള്ളക്കാരനായിരുന്നെങ്കിൽ ഇന്ന് വെള്ള മനസ്സുകളാണ് ഇന്നും ഇത്തരം രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭാരതം നന്നാക്കാൻ അവർ സമ്മതിക്കാത്തത്. ഞാൻ ഈ കാര്യത്തിൽ BJP നരേന്ദ്രമോദി ആയതുകൊണ്ട് പറയല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ വിഷൻ ഞാൻ ഉദ്യോഗസ്ഥരിലൂടെ മനസ്സിലാക്കിയതിനനുസരിച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അത് വെറുതെ ഒരു കെട്ടിടം കെട്ടുകയല്ല, അതിലൂടെ ഇവിടെ പുരോഗതിയും. ഈവൻ ലക്ഷദ്വീപ് വലിയ വിവാദമായിരിക്കുന്ന ലക്ഷദ്വീപ് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു കലക്ടറാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ടൂറിസം വികസിക്കണം, ടൂറിസം വന്നാലേ അവിടെ ഇൻകം ഉണ്ടാവുള്ളൂ, ഇന്നും ഒരു കേന്ദ്ര ഫണ്ടിങ്ങിനെ ആശ്രയിച്ച് നിൽക്കരുത്. അപ്പോൾ ടൂറിസം വരണമെങ്കിൽ അവിടെ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അതിനനുസരിച്ച് ഐലൻഡിനെ ശരിയാക്കണം. ഇതൊരു മതാധിപത്യ രാജ്യമല്ല, ഇത് മതാധിഷ്ഠിത രാജ്യമല്ല, ഇതൊരു മതേതര രാജ്യമാണ്. ഇപ്പം എല്ലാവർക്കും വരാനും എല്ലാവർക്കും പോകാനും, അല്ല ഇത് ഞങ്ങളുടെ മാത്രം സ്ഥലമാണ്, ഇവിടെ മദ്യം സമ്മതിക്കില്ല, വിദേശികളായാലും ശരി മദ്യം ഇത് ഞങ്ങളുടെ എന്താ പറയുക ഈ നിയമപ്രകാരം ഞങ്ങൾ അനുവദിക്കില്ല, ഇവിടെ അത് അനുവദിക്കുക, അതൊക്കെ പറയുമ്പോൾ അതൊരു മതാധിപത്യ രാജ്യത്തിനൊക്കെയാണ്, ഇതൊരു മതേതരത്വ രാജ്യത്തിനൊക്കെയല്ല. അപ്പോൾ പിന്നെ നമ്മൾ ജനാധിപത്യത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്, മതത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? അതാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന വഞ്ചന. അവർ ജനാധിപത്യം പറയുന്നത് ആദ്യം മതാധിപത്യം പറഞ്ഞിട്ടാണ് ജനാധിപത്യം പറയുന്നത്. മതേതരത്വമല്ല അവർ പറയുന്നത്, മതാധിപത്യമാണ്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറയുന്ന ആ വിഷൻ ഉണ്ടല്ലോ, അതായത് രാജ്യം വികസിക്കണം എന്ന് പറയുമ്പോൾ അവിടെ വിദേശ നാണ്യങ്ങൾ വരണമെങ്കിൽ ടൂറിസം വരേണ്ടി വരും. ടൂറിസം ഒരു വൺ ഓഫ് ദ റിസോഴ്സ്ഫുൾ നമ്മുടെ ഇൻകമാണ്. ടൂറിസം വന്നാലേ നമ്മുടെ എക്കണോമി സ്റ്റേബിൾ ആവുള്ളൂ. ഇവിടെ പണം വന്നാലേ ഇവിടെ എല്ലാം ഫ്രീ കൊടുക്കണം എന്നാണ് പറയുന്നത്. അതിന് പണം എവിടുന്ന്? ഇനി പണം വരണ്ടേ? അപ്പോൾ നമുക്ക് പണം വന്നാൽ മാത്രമേ ഡെവലപ്മെൻറ്റ് നടക്കുകയുള്ളൂ. എങ്കിൽ പണം വരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണ്ടേ? അപ്പം അതിനെയെല്ലാം തടയിട്ടിട്ട് എല്ലാം ഫ്രീ കിട്ടുകയും വേണം, പണം വരാനും പാടില്ല. മത കാര്യങ്ങൾക്കാണ് ഇവിടെ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഈ രാജ്യം ഇവിടെ നന്നാവും. അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത്, മുൻനിരയിൽ നിൽക്കുന്നവർക്ക് വിശാല വീക്ഷണവും അതിനനുസരിച്ച് ആത്മാർത്ഥമായ പ്രവർത്തനവും ഇല്ല എങ്കിൽ പിന്നിൽ വരുന്നവർ നശിച്ചു പോകും. ഉത്സീതേയുരിമേ ലോക, ഈ ലോകം നശിച്ചു പോകും എന്ന് കൃഷ്ണൻ പറഞ്ഞതിന് കാരണം ഈ വീക്ഷണമില്ലാത്തവർ ഒരു സാമ്പത്തിക ഭദ്രത ഇവിടെ വരുത്തിയില്ല എങ്കിൽ, അതുപോലെ തന്നെ വരുന്നവർക്ക് ഇവിടെ വേണ്ടത്ര സൗകര്യങ്ങളില്ല എങ്കിൽ ഇവിടെ പണം വരില്ല. ഇവിടെ സൗകര്യങ്ങളില്ല എങ്കിൽ പിന്നെ ഇവിടെ എന്ത് വികസനമാണ് നടക്കുക? അതുകൊണ്ട് തലമുറകൾക്ക് ഇവിടെ ജീവിക്കാൻ പിന്നെ പണം ഉണ്ടാവില്ല. പണം വന്നാലല്ലേ പണം ചെലവഴിക്കാൻ പറ്റുള്ളൂ. ഇല്ലാത്ത പണം എവിടെ നിന്നെടുത്ത് ചെലവഴിക്കും? പണം ഉണ്ടാക്കണമെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കണം. ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരും ഘോരഘോരം പ്രസംഗിക്കും, ചെലവഴിക്കൂ. എവിടെ നിന്നെടുത്ത് ചെലവഴിക്കണം ഒന്നുകൂടി അവർ പറയണം. എവിടെ നിന്നാണ് ഈ പണം വരിക എന്ന് പറയണം. ആ പണം വരുന്നതിനെക്കുറിച്ച് അവർ പറയുന്നില്ല.
നിങ്ങൾ എങ്ങനെയെങ്കിലും ചെലവഴിക്കൂ എന്നാണ്. അത് നല്ലൊരു സംസ്കാരമല്ല. പണം വരുന്ന സോഴ്സുകൾ കാണിക്കണം, ആ വരുന്ന പണം എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളത് അടുത്ത കാര്യം. അപ്പം അതുകൊണ്ട് ഇവിടെ കൃഷ്ണൻ പറഞ്ഞത് വളരെ സത്യമാണ്. നമുക്ക് ആ ദീർഘവീക്ഷണത്തോടു വിശാല വീക്ഷണത്തോടുകൂടി നമുക്ക് ലോകത്തെ കണ്ടാൽ മാത്രമേ, അല്ലെങ്കിൽ രാജ്യത്തെ കണ്ടാൽ മാത്രമേ നമുക്കൊരു വികസനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വ്യക്തിതലത്തിൽ നാം ഈ ശ്ലോകം മനസ്സിലാക്കേണ്ടത്, അലസരായിട്ടിരുന്നോ കഴിവുകൾ ഉള്ളിൽ നശിച്ചു പോകും. അതുകൊണ്ട് വികസിക്കണം, നമുക്കെല്ലാവർക്കും ആഗ്രഹം വികസിക്കണം എന്നാണ്. അതിന് കൃഷ്ണൻ വഴി പറഞ്ഞിരുന്നു. അടുത്ത ശ്ലോകത്തിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം, ഹരി ഓം.